നമസ്കാരം. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നു. പാർട്ടി അധ്യക്ഷ മമതാ ബാനർജിക്കെതിരെ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് നിരവധി മുതിർന്ന നേതാക്കളും ജനപ്രതിനിധികളും BJP നേതൃത്വവുമായി ചർച്ചകൾ ആരംഭിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. BJPക്കെതിരെ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പങ്കെടുക്കാൻ മമതാ ബാനർജി ഡൽഹിയിലെത്തിയ അതേ സമയത്ത് തന്നെയാണ് പാർട്ടിയിലെ വിമതരും ഡൽഹിയിൽ ഒത്തുകൂടിയത്. മമതയുടെ യോഗം നടക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള BJP നേതാവ് ഭൂപേന്ദ്ര യാദവിന്റെ വസതിയിലാണ് തൃണമൂൽ വിമതർ രഹസ്യ ചർച്ച നടത്തിയത്. ശതാബ്ദി റോയ്, കാഗോലി ഘോഷ്, ദസ്തിദാർ, പ്രസൂൺ ബാനർജി, ഷർമിള സർക്കാർ തുടങ്ങിയ പ്രമുഖ MPമാർ, മണിക്കൂറുകൾക്ക് മുൻപ് പാർട്ടി വിട്ട മുതിർന്ന നേതാവ് സുഖേന്ദു ശേഖർ റോയി, MLA അക്രുജുമാൻ എന്നിവരും ഈ യോഗത്തിൽ പങ്കെടുത്തു. തൃണമൂൽ കോൺഗ്രസിന് പാർലമെന്റിന്റെ ഇരു സഭകളിലുമായി ആകെയുള്ള 43 MPമാരിൽ 20 പേരെങ്കിലും BJPയുമായി ബന്ധപ്പെടുന്നുണ്ടെന്നാണ് സൂചന. ഒരു മുതിർന്ന MP മുംബൈയിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള യാത്രയ്ക്കിടയിൽ ആരും അറിയാതെ ഡൽഹിയിൽ ഇറങ്ങി രഹസ്യ കൂടിക്കാഴ്ച നടത്തി. പാർട്ടി നേതൃത്വത്തിനെതിരെ കത്തെഴുതാൻ 20ഓളം MPമാർ ഒപ്പുശേഖരണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. MPമാർക്ക് പുറമെ പാർട്ടിയുടെ 80ഓളം വരുന്ന MLAമാരിൽ 60 പേരും ഋതുപത്ര ബാനർജിയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗത്തെയാണ് പിന്തുണയ്ക്കുന്നത്. ഇവർ പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു. പാർട്ടിയിൽ മമതാ ബാനർജിക്കുള്ള സ്വാധീനം കുറയുന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പതിറ്റാണ്ടുകളായി അണികൾ ബഹുമാനത്തോടെ ദീദി എന്ന് വിളിച്ചിരുന്ന മമതയെ ഇപ്പോൾ വിമതരായ ചില നേതാക്കൾ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കായിക പശ്ചാത്തലമുള്ള ഒരു MPയാണ് ഈ മാറ്റത്തിന് തുടക്കമിട്ടതെന്ന് പറയപ്പെടുന്നു. ഇത് പാർട്ടി തലപ്പത്തുള്ളവർക്ക് വലിയ തിരിച്ചടിയാണ്. തുറന്ന പ്രതികരണങ്ങൾക്ക് മുതിരാതെ നിശബ്ദരായി പ്രതിഷേധിക്കുന്നവരും പാർട്ടിയിലുണ്ട്. വടക്കൻ 24 പർഗനാസിൽ നിന്നുള്ള ഒരു പ്രമുഖ MP തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 24 മണിക്കൂറിലേറെയായി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലെത്തിയ ഒരു പ്രമുഖ നേതാവും കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇദ്ദേഹം പാർട്ടിയുമായി ഏറെ നാളായി അകൽച്ചയിലാണ്. വടക്കൻ ബംഗാളിൽ നിന്നുള്ള കൂടുതൽ നേതാക്കളും സമാനമായ രീതിയിൽ അതൃപ്തിയിലാണ്. തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഉടലെടുത്ത ഭിന്നത ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചുള്ള വൻ രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. സ്വന്തം ജനപ്രതിനിധികളെയും അണികളെയും ഒപ്പം നിർത്താൻ മമതാ ബാനർജി കഠിനമായി ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിയിലെ വലിയൊരു വിഭാഗം BJPയിലേക്ക് ചേക്കേറാനുള്ള ഒരുക്കത്തിലേക്കാണെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ 29 ലോക്സഭാ MPമാരിൽ 14 പേർ സുവേന്ദു അധികാരിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ലോക്സഭയിലും രാജ്യസഭയിലുമായി നിലവിൽ TMCക്ക് 41 MPമാരാണുള്ളത്. ഇതിൽ ഇരു സഭകളിലുമായി 20ഓളം MPമാർ BJPയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കൂറുമാറ്റ നിരോധന നിയമം ബാധിക്കാത്ത രീതിയിൽ പാർട്ടി പിളർത്തി മാറാനുള്ള നിയമപരമായ സാധ്യതകളാണ് വിമതർ പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ഇതിനോടകം തന്നെ ബംഗാൾ നിയമസഭയിൽ തൃണമൂൽ കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞു. ആകെ 80 TMC MLAമാരിൽ 60ഓളം പേരും വിമതർക്കൊപ്പമാണ്. TMC ലോക്സഭ MP പ്രസൂൺ ബാനർജി അടക്കമുള്ള പ്രമുഖർ ഭൂപേന്ദ്ര യാദവിന്റെ വീട്ടിൽ നടന്ന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിമത നീക്കം തടയാനായി MPമാരെ ബന്ധപ്പെടാൻ മമത അടിയന്തര ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഭൂരിഭാഗം പേരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. അതിനിടെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ട ഋതുപത്ര ബാനർജി രാജ്യസഭാംഗത്വം രാജിവെച്ച സുഖേന്ദു ശേഖർ റോയിയെ പിന്തുണച്ച് രംഗത്തെത്തി. ചില MPമാരുമായി താൻ സംസാരിച്ചിട്ടുണ്ടെന്നും വിമതർ പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നുമായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചത്.